അപ്പോൾ എന്തുകൊണ്ട് ശങ്കരാചാര്യർ ശരിക്കും ഇപ്പോഴും കഥ പോലെ നിലനിൽക്കുന്നതിന് പോലെ മുഹമ്മദിനെ പോലെ ചരിത്രമായില്ല. മുഹമ്മദിൻ്റെ സകല പ്രവൃത്തികളും ഗുണവും ദോഷവും നമുക്ക് രേഖയിലുണ്ട്, ഇല്ലേ? ഞാൻ മുഹമ്മദ് നബിയെക്കുറിച്ചാണ് പറയുന്നത്. അതേസമയത്ത് ശങ്കരാചാര്യരെക്കുറിച്ച് അത്ര വ്യക്തമായിട്ട് അറിയില്ല. നമുക്ക് എങ്ങനെയോ നിന്ന് കിട്ടിയ കുറേ രചനകൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ എല്ലാത്തിനെയും കഥയാക്കി മാറ്റലാണ് എന്തോ. അത് നിഷ്കളങ്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടെ ചിലർക്ക് മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ സൂചിപ്പിച്ച പോലെ 1,100,000-ന് എത്രമാത്രം മറച്ചു വെക്കൽ ചിലരുടെ ആവശ്യമാണോ? അങ്ങനെ ഉണ്ടായോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആവശ്യമാണെങ്കിൽ അതുപോലെ തന്നെ ആണ് നമ്മളുടെ ചരിത്രങ്ങൾ അതുപോലെ ഇവിടെ നിലനിൽക്കലും അറിയപ്പെടലും ചിലർക്ക് തീരെ പിടിക്കില്ല. അതുകൊണ്ട് അവരതൊക്കെ കഥയാക്കുകയാണ്. അപ്പോൾ കഥയും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മക്കത്ത് പോയ ചേരരാജനെക്കുറിച്ച് നമ്മൾ കഥയിൽ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബർ മിഡിൽ ഈസ്റ്റിൽ സലാലയിലുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് കഥയാണോ യാഥാർത്ഥ്യമാണോ നമുക്കറിയില്ല. ഇവിടുത്തെ ഒരു ചരിത്രകാരനും വ്യക്തമായിട്ട് ഇത് പറയണില്ല. അതുപോലെ തന്നെ മഹാബലിനെ കുറിച്ചറിയാം. എന്തുകൊണ്ട് മഹാബലി ഉള്ളതായിക്കൂടാ? ഉണ്ടായിട്ടുള്ളൊരു സംഭവത്തിനെ കഥ ഇത് കാൽപ്പനികം ആക്കി കഥയായിട്ട് കൂട്ടിക്കുഴച്ചതാണോ? അതിനും എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നോ നമുക്കറിയില്ല. ഈ മഴുവെറിഞ്ഞ പരശുരാമൻ അത് ഉണ്ടായിട്ടുള്ളതാണോ അതോ ഭൂമി ചിലരുടെ മാത്രം കുത്തികയാക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു കഥയാണോ എന്ന് നമുക്കറിയില്ല. ഇതിലേക്കുള്ളൊരു അന്വേഷണം തീർച്ചയായിട്ടും വേണമെന്ന് ആദ്യം മുതലേ എനിക്ക് തോന്നിയിരുന്നു. ഒരു പക്ഷേ കേസരി ഇതൊക്കെ ചെയ്താനേ, പക്ഷേ ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ലല്ലോ.